ഇവിടെ നമ്മളിപ്പോ സിനിമ ഏത് പടം റിലീസായാലും ഏത് പടത്തിനും ഇല്ല, കൊള്ളാവുന്ന പടങ്ങള് ഫേമസ് ആയിട്ടുള്ള മെയിൻ ആൾക്കാരുടെ സിനിമകളൊക്കെ റിലീസാകുന്ന അന്ന് വലുത് വരുന്ന തിയേറ്ററിൽ കേരളം മുഴുവൻ കാണുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അവിടെ ഒരു അവതാര പിറവി. അതിനൊരു പേരെന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അണ്ണൻ പിറവി എടുക്കുകയാണ്. പണ്ട് ആറാട്ടൻ ഉണ്ടായ പിന്നെ ഉണ്ടായ പ്രശ്നം ഇതൊക്കെ അതിനുശേഷം ഉണ്ടായ പ്രതിഭാസമാണ്. അതെ അതെ. പക്ഷെ ഇത് അത് കഴിഞ്ഞ് പിന്നെ ആദ്യം വന്ന് ആറാട്ടൻ ഇപ്പോഴും നല്ല സ്റ്റൈലിൽ നിൽപ്പുണ്ട്. പിന്നെ അലിൻ ജോസ് പെരേര പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു വന്ന് പിന്നെ പല പല അണ്ണന്മാര്, കങ്കുവ അണ്ണൻ, പിന്നെ പുഷ്പ അണ്ണൻ, അമേസി അണ്ണൻ. അമേസി ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പടമൊക്കെ ഉണ്ടായിരുന്നു. അമേസിംഗ് ആയി പോയതാ. പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇപ്പൊ വിജയുടെ പോസ്റ്റർ അല്ല അദ്ദേഹത്തെ പടം തൂക്കിയിട്ടുകൊണ്ട് റോഡിൽ കൂടെ കരഞ്ഞു നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇവരെയൊക്കെ പ്രശ്നം എന്തായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നടക്കും ഫോട്ടോ അല്ലേ? മൊത്തത്തിൽ ഈ ആൾക്കാരുടെ പ്രത്യേകത എന്താ? ഇവര് മൊത്തത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഈ അണ്ണൻ ഈ പറഞ്ഞ പോലെ വൈറലാവാൻ വേണ്ടി വന്ന ആളല്ല അണ്ണൻ. ഒറ്റ അണ്ണനുള്ളൂ ആ അണ്ണൻ. ഉദ്ദേശിച്ചില്ല, പക്ഷെ ആയിപ്പോയതാണ്. കണ്ടിട്ട് ബാക്കിയുള്ള കുറെ പേരെ ഇമിറ്റേറ്റ് ചെയ്തു. അത് പിടിച്ചു വന്നവരാണ് ബാക്കിയുള്ളവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവര് വൈറലാവാന്നുള്ള ഉദ്ദേശത്തിൽ വരുമ്പോഴേക്കുള്ള കോമഡികളുണ്ടല്ലോ, ആ കോമഡിയാണ് ഇവിടെ നടക്കണം മുഴുവൻ. അതായത് പർപ്പസ്ഫുള്ളി വൈറലാവാൻ വേണ്ടി ഇത്തരം വേഷം കെട്ടി വരുന്ന ഒരു കലാപരിപാടി. സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് തോന്നിയാണ്. അതായത് സൈക്കാട്രിക് ഇഷ്യൂ ഉള്ളവര് മാത്രമൊന്നും അല്ല, അത് സൈക്കോളജി ഒന്നും അല്ല വിഷയം. ഇവർക്ക് ഈ ലൈം ലൈറ്റിലൊക്കെ പ്രശസ്തി വേണം, അതാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇതൊരു സൈക്കാട്രിക് പ്രോബ്ലം ആണെന്നൊന്നും തോന്നുന്നല്ല. അതിലും എനിക്കിത് കണ്ടിട്ട് എന്താ തോന്നിയറിയോ, ഭയങ്കരമായ സിനിമാ ഭ്രാന്ത്. ഇനി സിനിമാ ഭ്രാന്തിന് വല്ല ടേംസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഫനാറ്റിക് അതുപോലെ അങ്ങനെയുള്ള ആൾക്കാര് അതൊരു ഡിസോർഡറാ ശരിക്കും. അല്ല അതിനകത്ത് വലിയ കാര്യമൊന്നും പറയാനില്ല. സിനിമ തിയേറ്ററിന്റെ അടുത്ത് ഇറങ്ങി നടക്കുക, സിനിമ റിലീസ് ആവുമ്പോ വേഷം കെട്ടി നടക്കുക. അല്ലടോ, അതായത് ഈ പറഞ്ഞ പോലെയൊക്കെയുള്ള പ്രശ്നമുള്ള ആൾക്കാർ സിനിമ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളും അതിന്റെ പുറകെ നടക്കുന്നവരും അല്ലാതെ ഉണ്ട്. അത് വേറെ തന്നെയുണ്ട്. അല്ലല്ല, ഇത് വേറെ കാര്യമുണ്ട്. ഇത് വേറെ ടൈപ്പ്. അതിനകത്ത് കുറച്ചുകൂടി ഇതുപോലെ എന്തോ അഭ്യാസം കാണിച്ച് ഫേമസ് കൂടെ ആകണമെന്ന് ഉദ്ദേശിച്ച ആൾക്കാരെ വന്നേക്കുന്നത്. ഇതുപോലെ പക്ഷെ ഒറ്റ പെണ്ണുങ്ങൾ വന്നിട്ടില്ല ഇതുവരെ. സ്ത്രീകൾക്ക് ഈ അസുഖം ഇല്ലേ? സ്ത്രീകൾ എന്താ പറഞ്ഞു ഓരോന്ന് പറ ഇറങ്ങും. ഇപ്പൊ പിള്ളേര് വരണ്ടാണ് സ്ത്രീകൾ ഈ മേഖലയിലേക്ക് തീർച്ചയായിട്ടും. കാരണം ഇത് പുരുഷന്മാരുടെ മേഖലയല്ല, സ്ത്രീകൾക്കും പ്രവേശിക്കാവുന്ന ഒരു എളുപ്പമായ നല്ലൊരു മാർഗമാണ്, ജീവിതമാർഗമാണ്. സിനിമ പ്രൊമോഷനൊക്കെ പിന്നെ പൈസ കിട്ടും. ഓരോ സിനിമയ്ക്ക് വേഷം കെട്ടി വരാന്ന് പറഞ്ഞാൽ അവരുടെ PR ഗ്രൂപ്പുകാർ വല്ല പൈസ കൊടുത്തിട്ടാണെങ്കിലും ചെയ്യും. വൈറലാക്കി കിട്ടണമല്ലോ, സിനിമയെ പറ്റി കൂടുതൽ അറിയണമല്ലോ. നമുക്ക് വേണമെങ്കിൽ സിനിമ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻ നടത്താം. ഇവിടെ നമുക്ക് നടത്താവുന്ന കേസുള്ള വെറൈറ്റി പരിപാടികളൊക്കെ പ്ലാൻ ഇവിടെ വേണമെങ്കിൽ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാമല്ലോ. അവരുടെ പ്രൊമോഷൻ പടം പൊട്ടെ അല്ല, അത് വേറെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ, അതായത് സിനിമ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അങ്ങനത്തെ ചോദ്യം പറ്റുള്ളൂ. അല്ലാതെ മറ്റേ കോണ അടിച്ചിട്ട് മറ്റേ വൈറൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഈ അങ്ങനെ ഒരു പരിപാടികളൊക്കെ ഇവിടെ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വരുന്നവർ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോഴൊക്കെ ഇവരിങ്ങനെ ആളുകളെടുത്ത് വരും. ആളുകളെടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചാനലിൽ വന്നിട്ട് ഈ ഓൺലൈൻ ചാനലുകളൊക്കെയാണ് പ്രധാനമായിട്ടും വന്നിരുന്ന് ഇവർ സംസാരിച്ച് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ഇവർ പിന്നെ ഇവരുടെ വ്യക്തിപരമായ സാധനങ്ങൾ കുറച്ച് ചളി കോമഡി ഒക്കെ പറഞ്ഞ് തഗ്ഗൊക്കെ പറഞ്ഞ് അതൊക്കെയാണ് വൈറലാക്കുന്നത്. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട പരിപാടിയൊന്നും ഉണ്ടാവുന്നില്ല, വേറെ കുറെ കാര്യങ്ങളായിരിക്കും വൈറലാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കലാപരിപാടി അവതരിപ്പിച്ചവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സിനിമയായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. കണ്ടന്റ് കൊള്ളാവുന്നതാണെങ്കിലാണല്ലോ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ മോഹൻലാൽ പുള്ളി ഒന്ന് പറയും, നല്ലൊരു വ്യത്യസ്തമായ സിനിമയാണ്. ഇവരെ ഈ പാരലൽ യൂണിവേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ കളിയാക്കും. ഈ പറഞ്ഞ ഈ വൈറൽ താരങ്ങളുണ്ടല്ലോ, ഇവര് പലയിടത്ത് പോയി ഇവര് ഓരോ ദിവസവും ഓരോന്ന് ഒപ്പിക്കും. അതൊരു നോർമലായിട്ടുള്ള പരിപാടിയല്ല ഒപ്പിക്കുന്നത്, എല്ലാത്തിനും ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവും. അപ്പൊ അവരെ ഇത് മീഡിയക്കാരെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യും, ഓരോന്ന് ഒപ്പിക്കും. ഓരോ ദിവസം അവർ ഓരോ കണ്ടന്റ് ഉണ്ടാക്കും. എന്നിട്ട്
അലിഞ്ചസ് പെരേരെ കൊണ്ട് ബാസ്കറ്റ്ബോൾ എറിയിച്ചു കഴിഞ്ഞ ദിവസം, ഇനി ഫുട്ബോൾ എത്തിക്കും. അങ്ങനെ ഓരോന്നോരോന്ന് ഒപ്പിച്ചോണ്ടിരിക്കും ഇവരിക്കും. അത് ഓരോ ദിവസത്തെ റീല്, പല ചാനലുകളുടെ സ്റ്റോറി, ഓരോരുത്തർ ഐഡി. ഇപ്പൊ നമുക്ക് വേണമെങ്കിലും ചെയ്യാം. അവർക്ക് വലിയ ചെലവൊന്നുമില്ല, ഒന്നും കൊടുത്തില്ലെങ്കിലും വന്ന് ആറാട്ടനാണേലും പെരയാണേലും ഈ പറഞ്ഞവരെല്ലാരും എവിടെ വിളിച്ചാലും വരും. 1 രൂപ പ്രയോജനമില്ല അവർക്ക്. ചിലപ്പോ ചെറുത്ത് വണ്ടിക്കൂലിയൊക്കെ ചോദിക്കുന്ന കണ്ടു. വണ്ടിക്കൂലി അറിയാം, മുട്ടിന് പൈസ അറിയാമെന്ന് ചോദിക്കും. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ചാനൽ ഇട്ടിട്ട് ചിലപ്പോ ഇതുപോലെ വൈറലാ പറ്റാത്തവരൊന്നും അല്ല, എങ്കിലും അവർക്ക് ഈ സാധനത്തിന് ഭയങ്കര ക്രൈസാണ്. ആറാട്ടൻ ഇതായി കഴിഞ്ഞാൽ പിന്നെ ആറാട്ടൻ പറയുന്ന ഫെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അവർക്ക് ലൈൻ ലൈറ്റിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിട്ട് ഇവർ ഓരോന്ന് ചെയ്യും. മോഹൻലാൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. മോഹൻലാൽ ഇതുപോലത്തെ ഒരുപാട് മണ്ഡലങ്ങൾ കാണിക്കും വന്നിട്ട്. ഇതേ അഭ്യാസം തന്നെ ആറാട്ടണ്ണന്റെ കുറച്ചുകൂടി വേറൊരു വേർഷനാണ് ഈ മോഹൻലാൽ. ആറാട്ടന്റെ അത്ര വരത്തില്ല. വിദ്യാഭ്യാസത്തിന്റെ ബോധമില്ല. ആറാട്ടുള്ള പൈസ ഉണ്ടെന്നേ ഉള്ളൂ, അല്ല വേറെ പറയാനൊന്നുമില്ല. അതേപോലെ തന്നെ ഈ മോഹൻലാൽ ചെയ്യുന്ന അതേ സാധനം ഇവർ ചെയ്താൽ ഇവർക്ക് അതേപോലെ കണ്ടന്റ് ആവും. കാരണം ഒരു ബ്ലോഗ് എഴുതുക, കംപ്ലീറ്റ് അണ്ണൻ പറഞ്ഞെല്ലാം ചെയ്ത് കഴിഞ്ഞാല് ബ്ലോഗ് എഴുതാം. പിന്നെ ഇയാള് ചെയ്യുന്ന പോലെ ജിമ്മിൽ പോയിട്ട് ഇടയ്ക്ക് ഫോട്ടോഷൂട്ട് നടത്തുക, എയർപോർട്ട് ഇല്ലെങ്കിൽ വേണ്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടക്കുക, അലിഞ്ചസ് പെരേര അങ്ങനെ നടക്കുന്നതിന്റെ സ്ലോ മോഷൻ മ്യൂസിക് ഇട്ടുകൊടുത്ത ആൾക്കാർ കണ്ടോണ്ടിരിക്കും. എനിക്കൊന്ന് മോഹൻലാൽ അവരുടെയൊക്കെ റീച്ച് കിട്ടും. ഇവർക്ക് അതിൽ കൂടുതൽ റീച്ച് കൊണ്ട് ഭയങ്കര ക്ലിക്ക് ബൈറ്റ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല സാധാരണ ഒരാൾക്ക്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു പ്രശ്നം നടക്കും. ഇപ്പൊ ഇവിടെ എന്തൊരു ഇഷ്യൂ നടക്കുവാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മോഹൻലാൽ ബറോസിന്റെ സിനിമ, ബറോസിനെ പറ്റി ഇപ്പൊ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരാണെന്ന് എന്തോ പറയാന്ന് അറിയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് എന്തോ പറയുന്നത് പോട്ടെ, അതേ കണ്ടന്റ് ഞാൻ രണ്ടാമതെത്തുന്നു വിചാരിക്കും. അപ്പോഴും ക്യൂരിയോസിറ്റി ചിലപ്പോ മാറ്റി പറയും. മനസ്സിലായോ? അതുകൊണ്ട് ഇതിനെ ക്ലിക്ക് ചെയ്യാതെ ആൾക്കാർക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇവരെ കാണിക്കുന്ന ഈ പൊട്ടത്തറി ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഒരു രസമുണ്ട് ഇതിന്. അതിനകത്ത് താൻ പറഞ്ഞതിനകത്തുള്ള സാധനമുണ്ട്. ഇവര് സ്വന്തമായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര ആളുകൾ കാണില്ല. വേറൊരു ആള് വീഡിയോ എടുത്തിട്ട് ഇയാളെ കാണിക്കുമ്പോഴാണ് അതിനകത്ത് ചുമ്മാ ആറെണ്ണം ബൈക്കിൽ പോകുന്നു, രാത്രി 6 അവിടെ പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഇരുന്ന് കാണുന്നു. ഇയാൾ എവിടെയാ പോകുന്നതെന്ന്, അയാൾ എവിടെയൊക്കെ പോകുന്ന ആൾക്കാരെ അറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, അതിന് ഭയങ്കര ക്യൂരിയോസിറ്റി ഇവരെ പറ്റി അറിയാൻ. ഇവരെന്തൊക്കെ ചെയ്യും, ഇവർ കഴിക്കുന്ന കണ്ടോ. ആറാട്ടന്റെ കുളിസീനൊന്നും എടുക്കാവോ? ഏറ്റവും വലിയ ഹിറ്റ് ആയിരിക്കും ഈ വർഷം. ബറോസ് 2025 പ്രൊമോട്ട് ചെയ്യാൻ വേണമെങ്കിൽ അവർക്ക് ആരെങ്കിലും കാണുന്നുണ്ട് അണ്ണനെ കുറിച്ച് കുളിപ്പിക്കും. അവിടെ നിന്ന് അലിഞ്ചസ് പെരേരയുടെ ബീച്ച് ബിക്കിനി സീൻസ് നല്ല രസമായിരിക്കും. കണ്ടന്റിന് ക്ഷാമൊന്നുമില്ല. ഇവരെ വെച്ച് എന്തുകൊണ്ട് ചെയ്യാം, എന്ത് ചെയ്താലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ആൾക്കാർ കണ്ടോണ്ടിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ബ്രാൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് പറഞ്ഞ ആറാട്ടൊന്നും ഇവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ പല രീതിയിൽ ഇവർക്ക് പറഞ്ഞു കൊടുത്തു നോക്കി. ആറാട്ടന്റെ മാനേജറെ സെറ്റാക്കി നോക്കി, പക്ഷെ അത് നിൽക്കുന്നില്ല, കാര്യങ്ങൾ നടക്കത്തില്ല. ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരിക്കലും. എല്ലാരും പറ്റിച്ചോണ്ടിരിക്കും ഇവര്. അതിനകത്തുനിന്ന് ഒരു മണി ഔട്ട്. പിന്നെ അതുമല്ല, ഓൺലൈൻ മീഡിയാസ് ആൾക്കാർക്കും അറിയത്തില്ല ഇത് എന്ത് ചെയ്യണം. അവന്മാർ ഒരുപാട് നക്കാപ്പിച്ച് നിന്ന് ജീവിക്കുന്ന ആൾക്കാരെ പോലത്തെ ആൾക്കാരാണ്. നിവർത്തികെട്ട പറയണം. അതായത് മൊബൈൽ എടുത്ത് വെച്ചിട്ട് നടക്കുന്നതല്ലാതെ ഐഡിയ ഇല്ല, നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇവരെന്തോ പൊട്ടത്തിലൊക്കെ കാണിപ്പിച്ചിട്ട് അവനും കാശ് കിട്ടത്തില്ല, ഇവനും കാശ് കിട്ടത്തില്ല. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത പോലെ ജീവിക്കുക കുറേയാണ്. അവന്മാർക്ക് കിട്ടുന്ന യൂട്യൂബ് ഫേസ്ബുക്കിന്റെ റവന്യൂ പിന്നെ അതിന് സിനിമക്കാരെ നക്കാപ്പിച്ച് കൊടുക്കും, പിന്നെ തിന്നാൻ കൊടുക്കുകയോ കുടിക്കാൻ കൊടുക്കുകയോ ചെയ്ത് അവിടെ പോയി വാങ്ങുമ്പോൾ ചെയ്യും. എല്ലാ പടത്തിന്റെ തിയേറ്ററിന് മുന്നിൽ പോയി നിൽക്കുന്നു. അത് ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും. അത്രയും പോരാ അവർക്ക് പൈസ. ഇവർക്കത് നല്ല രീതിയിൽ റവന്യൂ ഒക്കെ അറിയത്തുമില്ല. അതിന് ആദ്യം വന്ന കുറെ ആൾക്കാർ PR എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഓഫീസൊക്കെ ഇട്ടിട്ട് ഇന്റർവ്യൂസ് ഒക്കെ നടത്തുന്നതിന് കാശൊക്കെ മേടിക്കുകയാണ്. ഇപ്പൊ അവർക്ക് വല്ലതും കിട്ടുന്നൊന്നും അറിയത്തില്ല. പിന്നെ പ്രസ് മീറ്റ് അതിനൊക്കെ ചില ആൾക്കാർക്ക് പൈസ മേടിച്ചിട്ട് ചെയ്യുവാണ്. പ്രൊമോഷൻ കണ്ടന്റ് നല്ല ചെയ്യാൻ. അതിപ്പോ ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രാൻഡ് നല്ല ഹോട്ടലോ സിനിമയോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും നമുക്ക് ഈ ആൾക്കാരെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ കണ്ടന്റ് ഇവർക്ക് പറ്റിയതായിരിക്കണം. ഇവര് കാരണം ഇവർക്ക് കാശ് കിട്ടണം. ഇവർക്ക് കാശ് കൊടുക്കാതെ അവര് നല്ലോണം തേക്കാനും പറ്റും. അത് ആരും വിചാരിച്ചാലും പറ്റും. ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. വേറെ പ്രയോജനമൊന്നും ആർക്കും ഉണ്ടാകുന്നില്ല. ഇവരെ കൊണ്ട് ഇവർക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ലാതിരിക്കുക. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇയാൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവാൻ തോന്നുന്നില്ല. ഇവരെ ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും
അപ്പൊ കിട്ടുന്ന പൈസ ഉണ്ടാക്കട്ടെ. ഇപ്പൊ മീഡിയക്കാർ പറയുന്നത് കറക്റ്റാ. ഇയാളെ കൊണ്ട് എന്താണ് വേറൊരു പ്രയോജനമില്ല. ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു പരിപാടി അറേഞ്ച് ചെയ്ത് കൊടുത്തു, വാനുകളെ സെറ്റ് ആക്കി കൊടുത്തു, എവിടെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ ഫ്രണ്ടിന്റെ മറ്റേ ഒരു ഫോട്ടോഷൂട്ട് അറേഞ്ച് കൊടുത്തായിരുന്നു, അത് ചെയ്യത്തില്ല. അപ്പൊ ഇതേ അവർക്ക് പറഞ്ഞിട്ടുള്ളൂ. അവരൊരു ഗാർമെന്റ്സ് കമ്പനിയാണ്. അപ്പൊ അവര് പേ ചെയ്തോളാം, അണ്ണൻ വന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നായിരുന്നു. അത് പറഞ്ഞ് അവിടെ കോണ്ടാക്ട് ഒക്കെ ആക്കി കൊടുത്തു. പക്ഷെ നടന്നില്ല. നടന്നില്ല. വേറെ പ്രശ്നമുണ്ട്, ഇവരൊക്കെ പകുതിക്ക് വെച്ചിട്ട് പോകും. അതുകൊണ്ട് ഇവര് ഈ പറഞ്ഞ ആൾക്കാർ മീഡിയക്കാർ അങ്ങനെ ആക്കി, മീഡിയക്കാർ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല. മീഡിയക്കാർക്ക് വേറെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർ ഈ കാണിക്കുന്ന ഓവറായോ ഓളത്തിലൊക്കെ അങ്ങോട്ട് വീഡിയോ ആക്കി അത് തട്ടി അങ്ങ് വിടും. അങ്ങനെ ഇവർക്ക് പ്രശ്നമുള്ളവരാണെന്നോ അല്ലാത്തവരാണെന്നോ ആൾക്കാർ സംശയിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നോർമൽ അല്ലേ, അവരുടെ ആ പ്രശ്നത്തിന്റെ പേരെന്താണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്താണ് ഇതെന്ന് വെച്ചാൽ നോർമൽ ബിഹേവിയർ അല്ല. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഡാൻസും പാട്ടും കൂത്തും ഈ ഒരു പ്രയോജനം ഇല്ലാതെ തിയേറ്ററിന് മുന്നിൽ കിടന്ന് അലമ്പും, പിന്നെ ഈ പറഞ്ഞാൽ എല്ലാ ആൾമാർക്കും കൈ കൊടുക്കണമെന്നുള്ള ആഗ്രഹവും, പിന്നെ ആരെ കേട്ടാലും അത് നടന്മാരെ നടികളെ കാണുമ്പോൾ ആരുടെ കൈ കൊടുക്കാൻ കുഴപ്പമില്ല. ഓരോ സമയത്ത് ഓരോന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമേ ക്രഷാണ്, നടികളോട് മാത്രമാണ്, പിന്നെ അതങ്ങ് മാറി. പിന്നെ കുറഞ്ഞിട്ടുണ്ട് ശരിക്കും, പഴയ തീവ്രതയൊന്നും ഇല്ല. പക്ഷെ ഇതിനകത്ത് നല്ലാതെ വേറൊരു പരിപാടി നടക്കത്തുമില്ല. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഇതല്ലാതെ വേറെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡെയിലി ആക്ടിവിറ്റീസ് എന്തോ ചെയ്യുമോ. ഇയാൾ PhD ഉണ്ട് അതുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, എന്റെ പുസ്തകമൊക്കെ ഇടയ്ക്ക് വായിക്കുന്നതാണ്. മറ്റവർക്ക് അതും ഇല്ല. മറ്റവരെന്താ ചെയ്യുന്നത് വെച്ചാ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ആയിട്ട് വരുന്നത്, അതിനകത്ത് എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് മറ്റേ പ്ലാസ്റ്റിക് കവറോടോ ഈ പഴയ തുണിക്കടന്നൊക്കെ കവർ, ആ ടൈപ്പ് ഒരു കവർ, എന്തോ എഴുത്തൊക്കെ ഉള്ളൊരു എന്തോ അതിനകത്ത് എന്തോ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷന്റെ മറ്റേ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് ബസ്സിലൊക്കെ കയറി. അതിനകത്ത് ഈ പപ്പാഞ്ചിയുടെ സാധനങ്ങൾ, ഇതൊരു കണ്ടന്റിനുള്ള സാധനങ്ങളാന്ന് തോന്നുന്നുണ്ട്. Properties of content creation by Alan Jose Pereira, Artayam and Arataran. ഇവർക്ക് പറ്റാൻ പോകുന്ന പ്രശ്നം വെച്ചാൽ ഇത് ഇനി അങ്ങോട്ട് പെട്ടെന്ന് താഴെ ചാൻസ് ഉണ്ട്. ഒത്തിരി കണ്ടുകഴിയുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ ചിലപ്പോൾ വിടാനും മതി. വേറെ ചെയ്യുന്നില്ലല്ലോ, പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. ഈ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോ ആ ഒരു ദിവസം അങ്ങ് ഒരാളങ്ങ് ഹൈലൈറ്റ് ചെയ്യും. എനിക്ക് മനസ്സിലായിരുന്നു ആറട്ടണ്ണന് ഈ പറഞ്ഞ പോലെ അലിൻ ജോസ് പെരേരയാണ് ഇപ്പോ മാർക്കറ്റ് കൂടുതൽ, മാർക്കറ്റ് കുറവാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ പുള്ളിക്ക് അത് തോന്നുമ്പോ പുള്ളിക്ക് ഇളകും. അപ്പൊ പുള്ളി അതിന്റെ ഒരു സാധനം പിടിക്കും, അങ്ങനെ ഇതിന്റെ മുകളിൽ ഇറങ്ങും. ഈ മീഡിയയിലുള്ള പിള്ളേർ എന്ത് അറിയോ, ഇളക്കും. അലിൻ ജോസിനെ എടുത്ത് ഇറക്കിയിട്ട് പറയും, ആറാട്ടെണ്ണം അറിയിച്ചു നീ എന്തിനും ചെയ്യണം, നമുക്കൊരു ഐഡിയ ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അതിനെന്താ ചെയ്തേക്കാന്ന് പറയും. അവിടെ ഇവരെ ഇറങ്ങി എന്തെങ്കിലും കാണിക്കും. അടുത്ത ദിവസം അപ്പുറത്ത് എന്നിട്ട് പറയും, ആറാട്ടെണ്ണ അലിൻ ജോസ് വീഡിയോ കയറി പോയത് കണ്ടു, അണ്ണൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അണ്ണൻ ഈ പടത്തിന് വന്നിട്ട് എന്തെങ്കിലും ഐശ്വര്യലക്ഷ്മിക്ക് കൈ കൊടുപ്പിച്ചതാ, പറഞ്ഞു കൊടുപ്പിച്ചതാ, അങ്ങനെ നാണം കെടുത്തു. അപ്പൊ ഉടനെ അങ്ങനെ ഒരു കണ്ടന്റ്, അതൊരു കണ്ടന്റ്. അപ്പൊ ഐശ്വര്യലക്ഷ്മി പറയുന്നു എല്ലാ ഷെയ്ക്ക് ഹാൻഡുകളും പോയി. ഇവരുടെ കാര്യത്തിൽ ചർച്ചയാക്കുന്നത് എനിക്കറിയത്തില്ല. ഭയങ്കര രാഷ്ട്രീയമൊക്കെ പറഞ്ഞു, രാഷ്ട്രീയം എല്ലാ കൈയും ഷെയ്ക്ക് ഹാൻഡുകളും നിഷ്കളങ്കമാണ്. അയ്യോ അത് ഭയങ്കരമായി. അതിനിടയ്ക്ക് സാധനം പറഞ്ഞത് തല്ലണം എന്തുകൊണ്ട് ഇത് ആർക്കാണ് പ്രശ്നം? ഇവർക്ക് പ്രശ്നമാണോ? മറ്റവർക്ക് ഇതിലും പ്രശ്നമുള്ള ആൾക്കാരാണ് നടക്കുന്നോളൂ, അറിയുന്നില്ലെന്നോളൂ. അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ സത്യമാണ്. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിടത്തോളം പലരും വലിയ പ്രശ്നക്കാരാണ്. എന്തിനാദ്യം പറയുന്നത് ഈ സിനിമാമാരിൽ ഒപ്പിച്ച് വെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ കേട്ടാൽ തന്നെ ഇവർക്കാർക്കും അതൊന്നും പറ്റത്തില്ല കേട്ടോ. അവിടെ അത് അങ്ങനെയല്ല, അങ്ങനത്തെ പണി ഇവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകില്ല. കള്ള കേസ് ഈ അണ്ണനോ പെരേരയോ ഈ ആൾക്കാരെ മുറി പോയി തട്ടുക, പീഡിപ്പിക്കാൻ ശ്രമിക്കുക, കൂടി വന്നൊരു മെസ്സേജ് അയക്കുമായിരിക്കും വാട്സപ്പില്. ഓക്കെ ബൈ ബൈ അല്ലോ. ഓക്കെ അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കത്തേ ഉള്ളൂ.
അല്ല ഡയറക്ട്ലി മെസ്സേജ് അയച്ചാൽ കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മളോട് പറഞ്ഞില്ലേ, ഒരു പെങ്കൊച്ച് ഡയറക്ട്ലി വീഡിയോ കോൾ ചെയ്യാം, നേരിട്ട് ഒരു ഐഡിയിലോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു, ചാതവറാണ് അവരറിയാതെ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ അണ്ണന്റെ വീഡിയോ ഞെട്ടിപ്പോയ പെണ്ണ്. അവരെ കൂടെ ഇരുത്തിക്കൊണ്ട് ഒരു ദിവസം ചോദിക്കണം ഇവിടെ വരുമോ എന്ന് ചോദിക്കാം അല്ലേ, രണ്ടുപേരെ കൂടെ ഇരുത്തിട്ട് ചോദിക്കാം പരിചയം ഉണ്ടോ, നല്ല കണ്ടല്ല. അണ്ണന് പരിചയമില്ലാത്ത ഒരു പരിചയക്കാരി. അതെ, അണ്ണൻ രാത്രി ചുമ്മാ ഇരുന്ന് കോൾ ചെയ്യുക, ഹലോ ഹലോ ആരാ എന്താ എന്നെ അറിയാവുന്ന ചോദിക്കാനാ വിളിക്കുന്നത്. വീഡിയോ കാണാമല്ലോ, ഞാൻ റിവ്യൂവറാണ്, സിനിമ റിവ്യൂവർ. അലിഞ്ചസ് പെരേര ഇംഗ്ലീഷിലും ഈ ആറൊക്കെ ഇംഗ്ലീഷ് റിവ്യൂ ചെയ്തു. ഭാഷകൾ ഒരുപാട് അറിയാം. പൃഥ്വിരാജ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് അലിഞ്ചസ് പെരേരയാണ്. അത് കഴിഞ്ഞ് മോഹൻലാൽ, അത് കഴിഞ്ഞ് ആറോട്ടാണ്, അങ്ങനെ വരുന്നത്. അപ്പൊ ശരിയെന്നാ, ഇത് നമുക്ക് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, നമ്മള് വെറുതെ വർത്താനം പറയുന്നതല്ലേ ഉള്ളൂ. നമുക്ക് സംസാരിക്കാൻ വേറൊരു കാര്യം ഉണ്ടാകും. ഞങ്ങൾ തൽക്കാലം ഇപ്പൊ സംസാരിക്കുന്നത് മൂപ്പരിപ്പ് കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് തൽക്കാലം ഇവിടെ കയറുന്നത്. ഇത് വേണ്ട. ഈ മൂക്കൊലിപ്പിന് ഇംഗ്ലീഷിൽ റണ്ണിങ് നോസ് എന്നാ പറയുന്നത്. ആണോ? അതല്ല, മൂക്കോടുവാണോ? തെറ്റാണ് ഇംഗ്ലീഷ്. പെട്ടെന്ന് ലിക്കിന് ഓർമ്മ ലീക്കേജ്. ലീക്കേജിനൊരു മൗനം, കുറച്ചു നേരം മൗനം ആചരിച്ചതിന് ശേഷം ജനഗണമന അതിനായക ജയ ഭാരത ഭാഗ്യ വിധാത